സല്യൂട്ട് സഹചരെ. ഞാൻ CBI SP ആയിരുന്നപ്പോൾ അന്വേഷിച്ചിരുന്ന മുന്ന കേസിനെ കുറിച്ച് വിവരിച്ചത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. അഥവാ അത് കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് അത് കണ്ട ശേഷം ഇത് തുടർന്ന് കാണൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. 7 വർഷമായിട്ടും ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും അന്വേഷിച്ചിട്ടും ഒരു ആത്മഹത്യ എന്ന് കരുതി തള്ളിക്കളയാൻ ഇരുന്ന കേസാണ് മുന്ന എന്ന് പറയുന്ന ഒരു യുവ അബ്കാരി വ്യവസായി മരിച്ച കേസ്. ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അത് CBIക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട CBI അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴും കാര്യമായ അന്വേഷണ പുരോഗതി വരാത്ത ഒരു കേസായിരുന്നു അത്. അവസാനം മുന്നയുടെ അമ്മ ശ്രീമതി ദമയന്തി എന്നെ വന്ന് കാണുകയും അതേക്കുറിച്ച് വളരെ വിഷമിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ കേസിന് വീണ്ടും ഒരു ജീവൻ വെച്ചതും ഒരു പുതിയ അന്വേഷണ ടീമിനെ ഞാൻ ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്ത് സുരേന്ദ്രൻ എന്ന പേരായ വളരെ സമർത്ഥനായ ഒരു ഓഫീസറെ നിയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ അന്വേഷണത്തിലാണ് ആ കേസ് പിന്നീട് തെളിയുന്നത്. ദൈവത്തിൻ്റെ കൈ പോലെ മുന്നയുടെ പോക്കറ്റിൽ കത്താതെ കിടന്നിരുന്ന വലതുഭാഗത്തെ ശരീരം കാറിനോട് ചേർന്ന് കിടന്നത് കൊണ്ട് കൈ ഇങ്ങനെ വെച്ചിരുന്നത് കൊണ്ടും പോക്കറ്റ് കത്താതെ കിടന്നത് കൊണ്ടുമായിരിക്കാം കുറച്ച് നോട്ടുകൾ കിട്ടിയ നോട്ടുകളുടെ ഇടയിൽ ഒരു ബില്ലിന്റെ ഭാഗമുണ്ടായിരുന്നു. ആ ബില്ല് വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് പെരിന്തൽമണ്ണയിലുള്ള KPM ടൂറിസ്റ്റ് ഹോമിലേക്ക് എത്തിച്ചെല്ലുന്നതും അവിടെ നിന്ന് റിക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയിൽ നിന്നാണ് ഈ കേസ് അവസാനം ഒരു തുമ്പുണ്ടാകും. ഒരു വലിയ ചോദ്യം ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുന്നയുടെ പോക്കറ്റിലെ കരിയാതെ കിടന്ന ഈ ബില്ലിന്റെ കഷ്ണം ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ ശ്രദ്ധിക്കാത്തത്? അതെന്തുകൊണ്ടാണ് അതിനെ തുടർന്ന് ഒരു അന്വേഷണം അവർ നടത്താത്തത്? എന്തുകൊണ്ടാണ് അവർ KPM ടൂറിസ്റ്റ് ഹോമിൽ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും തോന്നാമല്ലോ. അതിന്റെ ഉത്തരം അവർക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു ഇത് അന്വേഷിക്കണമെന്ന്. തുടക്കം മുതൽ ഇത് ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് പോകുന്നിരുന്നത്. മുന്ന മരിച്ച സംഭവ സ്ഥലത്ത് നിന്ന് തെളിവുകളെല്ലാം ശേഖരിക്കുമല്ലോ. ഇതുപോലെ മുന്നയുടെ ശവശരീരത്തിൽ കാണുന്ന കാര്യങ്ങളായി ശരീരത്തോട് ഒട്ടിക്കിടന്നിരുന്ന ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിൽ നിന്നാണ് ശരിക്കും മരിച്ചത് മുന്നയാണെന്ന് തിരിച്ചറിയുന്നത് വരെ. കാരണം അതിനകത്ത് മുന്നയുടെ ഭാര്യയുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉരുകി വിരലിനോട് ചേർന്ന് കിടക്കുകയായിരുന്നു. അതുപോലെ മാലയുടെ തുണ്ട് കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. കാറിന്റെ പെട്രോൾ ടാങ്കിന്റെ അടപ്പ് ഒരു വശത്ത് കിടപ്പുണ്ടായിരുന്നു. മുന്നയുടെ ചെരുപ്പ്, അങ്ങനെ പല കാര്യങ്ങൾ എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്യും. അതിന്റെ കൂട്ടത്തിലാണ് ഈ ഷർട്ടിന്റെ പോക്കറ്റിന്റെ ഒരു ഭാഗവും. അത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർമാരും അവിടെ ചെല്ലുന്ന ഫോറൻസിക് സർജന്മാരും ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എവിഡൻസ് ആണ്. ഈ നോട്ടുകളും അതിൻ്റെ ഇടയിൽപ്പെട്ട ബില്ലും എല്ലാം എവിഡൻസ് ആയിട്ട് അവർ കളക്ട് ചെയ്ത് ജില്ലാ കോടതിയിൽ കൊടുത്തിരുന്നതാണ്. CBIക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുമ്പോൾ CBI കോടതിയിലേക്ക് ആ എവിഡൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഈ ബില്ലിന്റെ തുണ്ട് കിട്ടിയത്. അതിൽ നിന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കരം എന്ന് പറഞ്ഞതുപോലെ ഈ കേസ് തെളിയുന്നത്. മുന്നയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം ആദ്യമായിട്ട് കണ്ടു എന്ന് പറയുന്നത് സുനിൽകുമാർ തമങ് എന്ന് പറയുന്ന ഒരു നേപ്പാളി ഗൂർഖയായിരുന്നു. MLA റോഡ് എന്ന് പറയുന്ന റോഡിന്റെ ഒരു വശത്തായിട്ടായിരുന്നു കാറും ശവശരീരവും നല്ലപോലെ കത്തിക്കരിഞ്ഞ് കിടന്നത്. അതിന്റെ അടുത്തായിട്ടുണ്ടായിരുന്ന ഒരു മണിമാളിക, അതിന്റെ ഗൂർഖയായിട്ടായിരുന്നു ഈ സുനിൽകുമാർ നിന്നിരുന്നത്. ഇവന്റെ മൊഴി അനുസരിച്ചിട്ടാണ് പോലീസ് FIR എടുത്തിരിക്കുന്നത്. ഈ മണിമാളികയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് സ്ഥലം MLA ആയ ഈ MLA റോഡ് പേര് തന്നെ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത റോഡാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ പേര് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. CPIയുടെ MLA ആയിരുന്ന ശ്രീ P കുമാരൻ ആയിരുന്നു അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. സുനിൽകുമാറിന്റെ മൊഴി അനുസരിച്ച് അയാളും 3 അൽസേഷൻ നായ്ക്കളും കൂടെ രാത്രി മുഴുവൻ അവിടെ റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പട്ടി നല്ലപോലെ കുരച്ച് ഒരു സ്ഥലത്തേക്ക് ഓടിയപ്പോൾ ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങി ഓടി അയാളും കൂടെ പോയി നോക്കിയപ്പോൾ എന്തോ ഇങ്ങനെ കിടന്ന് കത്തുന്ന കണ്ടു. അപ്പോൾ അയാൾ കാറാണെന്ന് കണ്ടു. കുറച്ച് കഴിയുമ്പോൾ പട്ടി തിരികെ പോയി. അപ്പോൾ അയാളും പുറകെ പോയി. എന്നിട്ട് നേരം പുലർന്നപ്പോൾ അയാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കാറ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ മൊഴിക്കകത്ത് ഒരുപാട് അസ്വാഭാവികതയുണ്ടായിരുന്നു. കാരണം ഒരു പട്ടിയും വാച്ച് ഡോഗ് ആണല്ലോ. അവരാരും ഇങ്ങനെ ഇതുപോലെ കത്തുന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞ് കുരയൊക്കെ നിർത്തി തിരിച്ചു പോകാറില്ല. അവരവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും, നമ്മൾ ബുദ്ധിമുട്ടി അവരെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് വരെ. അപ്പൊ അത് പോകാനുള്ള കാരണം ചിലപ്പോൾ അവിടെ അവർക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ നിന്ന് അവരെ ഓടിച്ചു വിട്ടത് കൊണ്ടാവാം എന്നുള്ളൊരു തോന്നലില്ല. ഈ സുനിൽകുമാർ തമങ്ങിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ നോക്കിയിട്ട് അയാളെ പിന്നീട് കിട്ടിയിട്ടില്ല. നേപ്പാൾ വരെ പോയി അയാളുടെ വീടും അയാളുടെ താമസ സ്ഥലവും എല്ലായിടവും സുഹൃത്തുക്കളെയൊക്കെ അന്വേഷിച്ചെങ്കിലും അയാളെ പിന്നീട് കണ്ടു കിട്ടാനേ പറ്റിയിട്ടില്ല. അയാൾ ജീവനോടെ ഇരിപ്പുണ്ടോ
എന്ന് പോലും ആ സമയം ഞങ്ങൾ സംശയിച്ചു. അതുപോലെ KPM ടൂറിസ്റ്റ് ഹോമിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു 18 വർഷമായിട്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സപ്ലയർ മുന്നയുടെ ചിത്രം കണ്ട് തിരിച്ചറിയുകയും മുന്ന ഇവിടെ താമസിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ കൂടെ വളരെ പ്രശസ്തരായിട്ടുള്ള എപ്പോഴും ആ KPM ടൂറിസ്റ്റ് ഹോമിൽ വരുന്ന കുറെ ആൾക്കാർ, MLA ശ്രീകുമാരന്റെ അനിയൻ എന്ന് പറഞ്ഞാൽ വൈഫിന്റെ ഭാര്യയുടെ അനിയൻ അളിയൻ, അദ്ദേഹവും ഒരു മകനും കൂടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്. അപ്പൊ അദ്ദേഹവും ഈ മുന്നയുമായിട്ട് 2-3 പ്രാവശ്യം ചർച്ചകളൊക്കെ നടത്തി. മുറിയിൽ ഞാനാണ് ഭക്ഷണം കൊണ്ടു കൊടുത്തത്. പിന്നെ അവർ പോവുകയും വരികയൊക്കെ ചെയ്തു. അതുപോലെ ഈ MLAയുടെ ബ്രദറിനെയും മോനെയും ഈ സപ്ലയർക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. അപ്പൊ അവരെയും നല്ല ഓർമ്മയുണ്ട്. മുന്നേ അവിടെ കണ്ടതായിട്ടും അയാൾ ഓർത്ത് പറഞ്ഞു. മുന്നേ ഈ KPM ടൂറിസ്റ്റ് ഹോമിൽ മരിക്കുന്നതിന്റെ തലേ ദിവസം 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നും അവരും ഈ MLAയുടെ ബന്ധുക്കളും ആൾക്കാരുമായിട്ട് ഒരു ചർച്ച നടത്തി എന്നുള്ളതും മനസ്സിലായി. അപ്പൊ എന്തായിരുന്നു ഈ കാരണം എന്ന് ചോദിച്ച് നമ്മൾ MLAയുടെ അടുത്ത് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ സഹോദരൻ്റെ അടുത്തും മകന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും അവരൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞില്ല. അവർ പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അബ്കാരി ബിസിനസ് മുന്ന പിടിച്ചെടുത്ത് നടത്തി. ഒരു വർഷം അവന് അബ്കാരി ലേലം കിട്ടിയപ്പോൾ അവന് ഞങ്ങളോട് വിരോധമുണ്ട്. അയാൾക്ക് സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞങ്ങളെയും കൂടെ കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ വന്ന് നിന്ന് കത്തിച്ചതായിരിക്കാം എന്നുള്ള മട്ടിലായിരുന്നു അവർ പോലീസിന് കൊടുത്തിരുന്ന മൊഴി. പക്ഷേ CBIക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസമായിട്ട് നിൽക്കുന്ന അബ്കാരി ലേലം പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു യുവാവ് എന്തിന് ഇതുപോലുള്ള ഒരു വിചിത്രമായ രീതിയിൽ ആത്മഹത്യ ചെയ്യണം? ആ സ്ഥലത്ത് ആൾക്കാർ അധികം താമസമില്ലെങ്കിലും കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. അവരെയൊക്കെ ഞങ്ങൾ കണ്ട വിറ്റ്നസിന്റെ ലിസ്റ്റിൽ നിന്ന് തപ്പിയെടുത്ത് ചോദ്യം ചെയ്ത് വീണ്ടും നേരിട്ട് ചോദ്യം ചെയ്തപ്പോൾ പോലീസിന്റെ കൊടുത്തിരിക്കുന്ന മൊഴിയേക്കാളും വിഭിന്നമായിട്ട് അവർ കുറെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. കുറെ പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് എന്നിട്ട് വലിയ വലിയ കമ്പുകൾ കൊണ്ട് ഇങ്ങനെ അവിടെയൊക്കെ ഇളകി മറിച്ച് കുറെ കാര്യങ്ങൾ എടുത്തു മാറ്റുന്നതും കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് എടുത്തോട്ട് പോകുന്നതും ഒക്കെ കണ്ടു എന്ന ഒരു മൊഴി നൽകി. അപ്പൊ അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ആ സമയം അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഹെഡ് കോൺസ്റ്റബിളായി ജോലി ചെയ്തിരുന്ന ആളാണ്. ഈ കേസിൽ മൊത്തം 16 പ്രതികളുണ്ട്. ആ പ്രതികളിൽ ഒരാളാണ് ഇയാൾ. അതുകൊണ്ട് ഇപ്പോഴും കേസ് തീർന്നിട്ടില്ലാത്തതുകൊണ്ട് പേര് പറയുന്നത് ശരിയല്ല ആരുടെയും. അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ തപ്പിപ്പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചപ്പോൾ വലിയൊരു പ്രശ്നമായി. അതായത് ഭയങ്കര പ്രഷറായി മുകളിൽ നിന്ന്. എൻ്റെ കൂടെ സീനിയറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരുപാട് സീനിയർ പോലീസ് ഓഫീസേഴ്സ് എന്നെ വിളിക്കുകയും ഈ ആളെ ചോദ്യം ചെയ്യാൻ വിളിക്കരുത്, ഇയാൾ വളരെ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, വളരെ നല്ല ഉദ്യോഗസ്ഥനാണ്, ഇയാൾ ഇതിനകത്തൊന്നും ഇടപെടില്ല, ഇയാൾക്ക് കാർഡിയാക് പ്രോബ്ലം ഒക്കെ ഉള്ളതാണ്, ആശുപത്രിയിലൊക്കെ കിടന്നിട്ട് വരികയാണ്, അതുകൊണ്ട് ഇയാളെ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ ഒരുപാട് പ്രഷർ ഉണ്ടായി. പക്ഷെ എന്നാലും ഇയാൾ അവിടെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യാതിരിക്കാനും പറ്റിയില്ല. KPM ടൂറിസ്റ്റ് ഹോമിലുള്ള ഈ സപ്ലയറുടെ മൊഴിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുന്നയുടെ കൂട്ടത്തില് രാധാകൃഷ്ണൻ എന്നു പേരുള്ള ഒരു മുന്നയുടെ സുഹൃത്തും ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ രാധാകൃഷ്ണന് കുറച്ചും കൂടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് രാധാകൃഷ്ണനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും ആള് മുന്നേ മരിച്ചതിന്റെ ഒരാഴ്ചക്കകം തന്നെ ആള് കേരളം വിട്ട് നാട് കടന്ന് പോയിട്ടുണ്ടായിരുന്നു. അല്ല, ഖത്തറിൽ ആണ് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ ആളെ വിട്ട് അന്വേഷിച്ചു. അവിടുന്ന് കുറെ അന്വേഷണം, ഇയാൾ എവിടെയാണ്, എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ അയാൾ അവിടെ ജയിലിൽ കിടക്കുകയാണ്. അവിടെ ചെന്ന ഉടൻ തന്നെ അയാൾ ഏതോ ഒരു വലിയ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു തിരിമറി കാണിച്ച് അങ്ങനെ അയാൾ അവിടെ ജയിലിലാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ പോയി ജയിലിൽ ചെന്ന് ചോദ്യം ചെയ്യാനോ അവിടുന്ന് മൊഴി എടുക്കാനോ അയാളുടെ മൊഴി കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടാനോ ഒക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കൂടാതെ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളി ആയേക്കാം എന്ന് സംശയമുള്ള ആൾക്കാരെല്ലാവരും, ഈ സുനിൽകുമാർ തമങ്ങ് പോലും പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായ അയാൾ ഈ കാറ് കത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കത്തിച്ചിരുന്ന ഒരാളായിരുന്നുവെന്ന്. ഈ രാധാകൃഷ്ണൻ ചിലപ്പോൾ അതുപോലെ കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടതൊക്കെ ആയിരിക്കാം. അയാളുടെ മൊഴിയെടുക്കാൻ സാധിച്ചെങ്കിലും അയാൾക്ക് പിന്നീട് നമുക്ക് കൂടുതലൊന്നും ക്ലിയർ ആയിട്ട് കിട്ടില്ല. കാരണം ജയിലിൽ പോയിട്ടാണല്ലോ മൊഴിയെടുക്കുന്നത്. അങ്ങനെ ഈ കേസ് അവസാനം ഞങ്ങൾ വീണ്ടും ഈ MLAയുടെ ബന്ധുക്കളെയും സഹോദരനെയും മകനെയൊക്കെ വിളിച്ച് നിരവധി തവണ ചോദ്യം ചെയ്തു. MLAയും ചോദ്യം ചെയ്തു. എപ്പോഴൊക്കെ നല്ല പ്രഷറും ഉണ്ട്. അവരൊന്നും കാര്യമായിട്ട് ഒരു കാര്യവും പറയുകയില്ല. മുന്നയുടെ ശരീരം കിടന്നിരുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നു ഈ MLAയുടെ മണിമാളിക എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കുറച്ച് മാറിയായിട്ട് അവരുടെ ഗോഡൗൺ ഉണ്ടായിരുന്നു. അവരുടെ ഹോട്ടലുകളിലേക്കും റേഷൻ കടയിലേക്കും ഒക്കെ കൊടുക്കാനുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൗൺ. ഈ ഗോഡൗണിൻ്റെ ചാർജുള്ള ഒരു ആളും പിന്നെ അതുപോലെ റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തിയിരുന്ന ഒരാളുമായിരുന്നു ഇതിലൊരാള്. അയാളെ മദ്യം കൊടുത്ത് ചോദ്യം ചെയ്തെങ്കിലും അയാൾക്ക് ഒന്നും കൃത്യമായിട്ടൊന്നും കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. അവസാനം ഞങ്ങൾ CBIയിലൊക്കെ വല്ലപ്പോഴുമൊക്കെ ഉപയോഗിക്കുന്ന ട്രൂത്ത് സിറം എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയില്ല. പക്ഷെ എന്നാലും ഇയാളെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ മദ്യത്തിൽ ഞങ്ങൾ ഒരു കൊച്ചു കുപ്പിക്കകത്ത് പച്ചവെള്ളം അത് ഒഴിച്ചിട്ട് അയാളോട് പറഞ്ഞു, ഇത് ട്രൂത്ത് സിറമാണ്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് വിവരം പറയും, ഇത് CBI എല്ലാവരും ചെയ്യുന്നതാണ്,
ഇതിന് നിയമസാധുതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ട്രൂത്ത് സിറം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ സത്യമേ പറയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അയാളത് പറഞ്ഞ് അയാളെ കൊണ്ട് അങ്ങനെ കണ്ടീഷൻ ചെയ്യിച്ചിട്ട് ഇത് അയാളുടെ മദ്യത്തിൽ ഒഴിച്ച് അയാളെ കൊണ്ട് കുടിപ്പിച്ച ശേഷമാണ് അപ്പോഴാണ് അയാൾ ഇതെല്ലാം തുറന്ന് പറയുന്നത്. ഇതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ആണ്, എവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത്, എവിടെ നിന്നാണ് ബോഡി കൊണ്ടുവന്നത്, എവിടെ ഇട്ട് കത്തിച്ചു, ആരൊക്കെ ചേർന്ന് കത്തിച്ചു, എന്താണ് കത്തിക്കാൻ കാരണം, ഇതെല്ലാം അയാൾ പറഞ്ഞത് ഞങ്ങൾ പല സ്ഥലത്തായിട്ട് വീഡിയോ ക്യാമറ വെച്ച് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പിടിച്ച് അതാണ് ഒരു വലിയ എവിഡൻസ് ആയിട്ട് പിന്നീട് അത് മാറിയത്. ഇതിനകത്ത് മുന്ന ഒരു കള്ളപ്പേരിൽ മുറി എടുക്കാനുള്ള കാരണം ഒരു അബ്കാരി ലേലം പിടിച്ചു കഴിഞ്ഞാൽ ആ ലേലം മറിച്ചു കൊടുക്കാനായിട്ട് നിയമവശാൽ സാധിക്കില്ല. അത് തെറ്റാണ്. അപ്പോൾ സാധാരണ ഒരു അബ്കാരി ലേലം വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വരുന്ന ആൾക്കാർ അടുത്ത വർഷത്തെ ലേലം വരുമ്പോൾ കുറച്ച് തുകയ്ക്ക് വിളിക്കും. അത് കാരണം അവർക്കറിയാം എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കണം ഇതിനകത്തുനിന്ന്. അപ്പോൾ അവർക്ക് കോമ്പറ്റീഷൻസ് ഒന്നും ആരും ഉണ്ടായിരിക്കില്ല, കാരണം വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. അതുകൊണ്ട് സർക്കാരിന് അവർ കൂടുതൽ തുകയ്ക്ക് വിളിക്കാൻ സാധ്യതയില്ല. കൂടാതെ ആരൊക്കെ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് എക്സൈസ് ഓഫീസേഴ്സിന് അറിയായിരിക്കും. തീർച്ചയായിട്ടും അത് നടത്തുന്ന പഴയ കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ അവർക്കും അത് അറിയായിരിക്കും. അപ്പോൾ അവരിങ്ങനെ ഓരോ ആൾക്കാരെയും പോയി കണ്ട് സ്വാധീനിച്ച് അവരോട് പറയും കൂട്ടി വിളിക്കരുത് എന്ന് പറഞ്ഞ് അവരെ സ്വാധീനിച്ച ശേഷമാണ് ഇവരുടെ ഒരാൾ പോയി കുറഞ്ഞ തുകയ്ക്ക് വിളിച്ച് എക്സൈസ് ലേലം പിടിക്കുന്നത്. അങ്ങനെ ആ വർഷം അവർ എക്സൈസ് ലേലം വിളിച്ചപ്പോൾ അവർ മറ്റുള്ളവരെയൊക്കെ സ്വാധീനിച്ചു. പക്ഷെ മുന്നേ എന്തുകൊണ്ട് സ്വാധീനിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ വിളിച്ചതിനേക്കാളും കൂടുതൽ തുകയ്ക്ക് മുന്നേ വിളിക്കുകയും ലേലം കിട്ടുകയും ചെയ്തു. അത് ഇവർക്കൊരു ഷോക്കായി. ഇവർക്ക് വേണ്ടത് ഈ മണ്ണാർക്കാട് പാലക്കാട് ഏരിയയിലുള്ള മദ്യ ഷോപ്പുകളെല്ലാം ഇവർക്ക് വീണ്ടും നടത്തണം. കാരണം ഇവർക്ക് കോണ്ടാക്ട്സ് ഉണ്ട്, ഇവർക്ക് അതെങ്ങനെ ലാഭത്തിൽ നടത്താമെന്നറിയാം, ഏതൊക്കെ സോഴ്സിലൂടെ സ്പിരിറ്റ് കൊണ്ടുവരാം, എങ്ങനെയൊക്കെ കള്ളച്ചാരായം പരമാവധി വിൽക്കാം, അങ്ങനെയൊക്കെയുള്ള അറിവ് ഇവർക്കുണ്ട്. അതേസമയം മുന്ന ഒരു തുടക്കക്കാരനായതുകൊണ്ട് ഇതുപോലെയുള്ള കോണ്ടാക്ട്സ് ഇല്ല, ഇതിൽ നിന്ന് എത്ര ലാഭം കിട്ടും എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് മുന്നയ്ക്കും താല്പര്യം ഇതൊരു ശകലം ഉയർന്ന തുകയ്ക്ക് പഴയ ആൾക്കാർക്ക് തന്നെ കൊടുക്കുന്നതായിരുന്നു. പക്ഷെ അത് നിയമവിരുദ്ധമാണ്. അബ്കാരി ആക്ട് പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. XMLAയുടെ ആൾക്കാർ മുന്നേ കോണ്ടാക്ട് ചെയ്യുകയും മുന്നേക്ക് അത് കൊടുക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് അറിയിക്കുകയും ശരി താല്പര്യം ഉണ്ട് എന്ന് മുന്നേ പറയുകയും എന്നാൽ മുന്നേ വിളിച്ച തുകയേക്കാളും കൂടുതൽ മുന്നേ ചോദിക്കുകയും അത് അവർ കുറച്ച് പറയുകയും അങ്ങനെയൊക്കെയുള്ളൊരു ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് അവർ KPM ടൂറിസ്റ്റ് ഹോമിൽ കൂടിയത്. പക്ഷെ ആ സമയത്ത് മുന്നയുടെ പേരിൽ തന്നെ മുറി എടുത്താൽ അത് ശരിയാവില്ല. കാരണം അത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു ചർച്ചയാണല്ലോ. നിയമപ്രകാരം മുന്ന തന്നെയാണ് ഈ ലേലം നടത്തേണ്ടത്. പേര് മുന്നയുടെ ആയിരിക്കും, പക്ഷെ നടത്തിപ്പ് മുഴുവനും MLAയുടെ ആൾക്കാരായിരിക്കും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മുന്ന കള്ളപ്പേരിൽ ഒരു മുരളി എന്നുള്ള പേരിൽ അവിടെ മുറി എടുക്കാനുള്ള കാരണം. ഈ ചർച്ചകൾ പല ദിവസങ്ങൾ നീണ്ടു നിന്നു, 3-4 ദിവസം നീണ്ടു നിന്നു. അവസാനം ഒരു രീതിയിലും അവർക്ക് ആർക്കും ഒരു ധാരണയിലെത്താൻ സാധിക്കാതിരുന്നപ്പോൾ കുറച്ച് വഴക്കായി, ഉന്തും തള്ളുവായി. മദ്യത്തിൻ്റെ പുറത്താണോ എന്നറിയില്ല, ഈ കുമാരൻ്റെ മകനും സഹോദരനും കൂടെ ചേർന്ന് മുന്നേ മർദ്ദിക്കുകയും അതിന് മുന്നേ അബോധാവസ്ഥയിലാവുകയും അവർ മുന്നേ പിടിച്ച് മുന്നയുടെ കാറിൽ തന്നെ കയറ്റി ഡ്രൈവർ രാധാകൃഷ്ണനെ സ്വാധീനിച്ച് പറഞ്ഞ് ഇങ്ങോട്ടോ വിട്ടിട്ട് കൊണ്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ വെച്ച് മുന്നേ എണീറ്റപ്പോൾ വീണ്ടും വഴക്കായി. അവസാനം ജാക്കി വെച്ചിട്ട് തലയിൽ നല്ല അടി കൊടുത്ത് നല്ലപോലെ തല പൊട്ടി ചോര വന്നപ്പോൾ അവരെല്ലാം കൂടെ എടുത്ത് മുന്നയുടെ കാറിൻ്റെ ഡിക്കിയിൽ ഇങ്ങനെ ചുരുട്ടിയിട്ടു. അങ്ങനെയാണ് അവർ കാറ് ഓടിച്ചുകൊണ്ട് അവരിങ്ങനെ കുറേ സമയം നടന്നു. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടി. ശേഷം ഒരു പാലക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവർക്ക് പരിചയമുള്ള ഒരു പോലീസ് ഓഫീസർ, ഒരു സീനിയർ പോലീസ് ഓഫീസറെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് അന്ന് രാത്രിയിൽ അല്ലെങ്കിൽ പിറ്റേന്ന് പകല് പരപരാ വെളുക്കുന്ന സമയത്ത് അവർ MLA റോഡിൽ MLAയുടെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് കത്തിച്ചത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് MLAക്ക് എപ്പോഴും പറയാം ഞാനാണ് അവനെ കൊന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടിന് മുമ്പിൽ എന്തിനാ അവനെ കൊണ്ടിട്ട് കത്തിക്കണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുക. അത് അവിശ്വസനീയമല്ലേ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ഫ്യൂവല് വേണം. രാത്രി ഒരുപാട് മണ്ണെണ്ണയും ഒരുപാട് പെട്രോളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവരുടെ ഈ ഗോഡൌണിനകത്ത് ഇതെല്ലാം ഉണ്ട്. മണ്ണെണ്ണയുണ്ട്, അവരുടെ റെസ്റ്റോറൻറ്റിലേക്കും അതുപോലെ സ്ഥലങ്ങളിലേക്കും വേണ്ടി പാം ഓയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. മണ്ണെണ്ണ തീർന്നപ്പോൾ അവരെൻ്റെ പുറത്തോട്ട് പാം ഓയിൽ ഒഴിച്ചു. അങ്ങനെ കുറച്ച് അയാൾ പോയി ഇവിടുന്ന് കുറച്ച് സ്പിരിറ്റ് കൊണ്ടുവന്നു, അങ്ങനെ സ്പിരിറ്റ് ഒഴിച്ചു. അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് മുന്നേ കത്തിക്കുന്നത്. ഞങ്ങൾക്ക് അവസാനം ഇവിടെയൊക്കെ വെയർ അബൌട്ട്സ് വെച്ച് മറ്റുള്ളവരുടെ ഇതൊക്കെ വെച്ചിട്ട് അവരെവിടെ ആയിരുന്നു, ഡ്രൈവേഴ്സിൻ്റെ മൊഴി, KPM ടൂറിസ്റ്റ് ഹോമിലുള്ളവരുടെ മൊഴി, അതൊക്കെ വെച്ച് കാറിൻ്റെ ലൊക്കേഷൻ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അവസാനം ഇവരൊക്കെ പ്രതികളായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിച്ചു. അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതങ്ങ് നീണ്ടു പോയി.
പോലീസ് ഓഫീസേഴ്സൊക്കെ പ്രതിയാവുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. നീണ്ടു കിടന്ന ഒരു അന്വേഷണ പ്രക്രിയയായിരുന്നു. ഈ കേസ് അന്വേഷണം വിജയിച്ചതിൻ്റെ പേരിൽ ഒരുപാട് യാതന അനുഭവപ്പെടേണ്ടി വന്നു CBI ടീമിന്. CBI ഓഫീസേഴ്സായിട്ടുള്ള സുരേന്ദ്രനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. XMLA കുമാരനെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു, 3-ാം മുറ ഉപയോഗിച്ചു, അവരെ ടയറിൽ കയറ്റി ഉരുട്ടി, അവരുടെ ആസനത്തിലൂടെ കമ്പി കയറ്റി, കണ്ണിൽ മുളക് തേച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികൾ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസെടുത്തു. 3-ാം മുറയ്ക്ക് CBI ഓഫീസേഴ്സ് 3-ാം മുറ ചെയ്തു എന്ന് പറഞ്ഞ് കേസെടുത്തു. CBIയിൽ ഒരിക്കലും 3-ാം മുറ എന്നുള്ള കാര്യം ചെയ്യാറേ ഇല്ല, ഒരു തരത്തിലും ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഏൽപ്പിക്കാറേ ഇല്ല. പക്ഷേ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാവും, ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലുണ്ടാവും. അതുപോലെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും 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 അതേ ചോദ്യങ്ങൾ ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അതൊക്കെ റെക്കോർഡ് ചെയ്തെടുക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ച കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള സിസ്റ്റവും ഉണ്ട്. ഒരാൾ എന്തെങ്കിലും ഞാൻ ഇന്ന സമയം അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീമിനെ വിട്ട് അയാൾ ആയിരുന്നു അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് അലിബി എന്ന് പറയും, അത് ചെക്ക് ചെയ്ത് എടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അലിബി എല്ലാം വെരിഫൈ ചെയ്ത ശേഷമാണ് ഒരു കൺക്ലൂഷനിൽ CBI എത്തുന്നത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊടുത്ത സമയത്ത് അവരാരും പോലീസിന്റെ അല്ലെങ്കിൽ CBIയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ യാതന ഉണ്ടായി, 3-ാം മുറ ഉണ്ടായി എന്നൊന്നും പറഞ്ഞില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് അവർ 3-ാം മുറ എന്നുള്ള ഒരു പരാതി കൊടുത്ത് കേസെടുപ്പിക്കുന്നത്. അങ്ങനെ പോലീസ് ഓഫീസേഴ്സ് CBI ഓഫീസേഴ്സിനെതിരെ കേസെടുക്കുക, പിന്നെ CBIയും ലോക്കൽ പോലീസും തമ്മിൽ ഒരു വലിയ ശത്രുതയും നിലനിന്നിരുന്ന സമയമായിരുന്നു അത്. എനിക്കെതിരെയും ഒരുപാട് അപവാദങ്ങൾ ഉണ്ടായി. കുറേ സീനിയർ ഓഫീസേഴ്സ് എനിക്കെതിരെയും പറഞ്ഞു, ഞാൻ കാരണം അവർക്ക് കോടതി പോകേണ്ടി വന്നു, അവർക്ക് ഒരുപാട് കാശ് ചിലവായി, അഡ്വക്കേറ്റിനെ വെക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പോലീസിന്റെ ഒരു വിഭാഗം എനിക്കെതിരെയും തിരിഞ്ഞായിരുന്നു ആ സമയം. പക്ഷേ വിഷമകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 1992 നടന്ന സംഭവമാണ്. 30 വർഷം കഴിഞ്ഞു, 2022 ആയിട്ടും ഇതേവരെ കേസ് തീർന്നിട്ടില്ല. കേസ് ഇപ്പോഴും വിചാരണ ഘട്ടത്തിലിരിക്കുകയാണ്. ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോഴും ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും അത് പൂർണ്ണമായി ജസ്റ്റിസ് കിട്ടിയിട്ടില്ല ഇതിനകത്ത്. ഇപ്പം ഈ അറസ്റ്റ് ഉണ്ടായതിന് ശേഷം മുന്നയുടെ അമ്മയെ അറിയിക്കണം എന്ന് വിചാരിച്ച് അറിയിക്കാനായിട്ട് ആളെ വിട്ടു. മുന്നയുടെ അമ്മ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. മുന്നയുടെ അമ്മ വളരെ സന്തോഷമായിട്ട് പറഞ്ഞു അറസ്റ്റ് ചെയ്യാനെങ്കിലും പറ്റിയല്ലോ എന്ന് പറഞ്ഞു. മുന്നയുടെ ഫാദർ ആ സമയത്തേക്ക് മരിച്ചു കഴിഞ്ഞു. പോലീസ് എന്ന് പറഞ്ഞ ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ലോക്കൽ പോലീസ് ആണെങ്കിലും എന്തുകൊണ്ട് ഇത് ആത്മഹത്യയാക്കി മാറ്റി? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കുമാരനും കുമാരൻ്റെ കുടുംബവുമായിട്ടുള്ള ആത്മബന്ധം. ശ്രീ കുമാരൻ വളരെ റിച്ചാണ്. അദ്ദേഹത്തിന് റെസ്റ്റോറൻറ്റുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് താമസിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ചികിത്സ നേടിയിട്ടുണ്ട്. വളരെ അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു ചില ഓഫീസേഴ്സിന്. കേസ് ആത്മഹത്യ അല്ല, കൊലപാതകമാണ് എന്ന് CBIക്ക് തെളിയിക്കാൻ സാധിച്ചെങ്കിലും ഇത്രയും നാളായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട്, ഒരു പണിഷ്മെൻ്റ്, ഒരു ശിക്ഷ ആർക്കും കിട്ടിയിട്ടില്ല എന്നത് ഖേദകരമാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, അന്നും ഇന്നും പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഒക്കെ എന്ത് വേണമെങ്കിലും വിചാരിച്ചാൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സസ്നേഹം, ശ്രീലേഖ.